വലതുകരോടുന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി സന്തോഷത്തോടെന്ന് പറയാമോ ഹല്ലേലൂയ. പുറപ്പാട് 20:23 നമ്മൾ വായിക്കുന്നു, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവം നമ്മുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ വലതുകൃത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഷാലോമിലേക്ക് വന്ന ഒരു കത്ത് ഇപ്രകാരമാണ്. അത് എഴുതിയിരിക്കുന്ന റെനി പയസ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകൾക്ക് 7 വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നു. ഞാൻ ഷാലോമിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ദൈവം എൻ്റെ മോളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും മിടുക്കനായ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയോട് കൂടി അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന സ്വർഗം ശ്രവിച്ചു. ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ട് അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കരമടിച്ച്, ശക്തമായി കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലൂടെ ചരിക്കുന്നുണ്ട്. അവിടുന്ന് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെശയ്യാ 66:9 വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രത്തെ അടച്ചു കളയുമോ? പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ആരെയെല്ലാം ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ അനുഗ്രഹം അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കിയ അനുഗ്രഹത്തെ അടയ്ക്കപ്പെടുകയോ മറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കും. അവിടെ ഒരു പ്രസവം നടക്കും. നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരനുഗ്രഹം വന്നു വീഴും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിൻ്റെ അലിവ് കടന്നു വരും. നമുക്ക് വിശ്വാസത്തോടെ 2 കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ നിരവധിയായ പ്രാർത്ഥനാ നിയമങ്ങളെ ഓർക്കാം. ഈ കുടുംബത്തിൻ്റെ 7 വർഷമായിട്ടുള്ള കണ്ണുനീരിലേക്ക് ജീവിക്കുന്ന ദൈവത്തിന് ഈ ശുശ്രൂഷയിലൂടെ ഇറങ്ങി വരാമെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ ചലിക്കും. നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്ന കർത്താവേ. നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ലോകമെമ്പാടും അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. അനുഗ്രഹങ്ങളെ വാരി വിതറുന്ന ദൈവമേ, ഞാൻ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ജീവനുള്ള പ്രവർത്തികളെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. സ്വരമുയർത്തി എല്ലാവരും സർവ്വത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നന്നായി ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വന്തം പുത്രനെ നൽകി നമ്മളെ രക്ഷിച്ച ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ രക്ഷിച്ചത്? നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിച്ചാൽ മാത്രം മതിയോ? അപ്പൊ പിന്നെ ഞങ്ങളുടെ രോഗം എങ്ങനെ സൗഖ്യപ്പെടും? എനിക്ക് വീട് വേണം ബ്രദറെ, എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇപ്പൊ കേട്ടില്ലേ സാക്ഷ്യം, 7 വർഷം ആയിട്ട് കുഞ്ഞിനെ ലഭിച്ചു. ഹല്ലേലൂയ. ഭൗതിക ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ നൽകി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന് അതിലും ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്. എനിക്കൊരു കാറ് കിട്ടുക, എനിക്കൊരു വീട് കിട്ടുക, എനിക്കൊരു ജോലി കിട്ടുക, എന്റെ രോഗം മാറുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. ഇതെല്ലാം മാറ്റിത്തരുന്നവന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതെല്ലാം നൽകി കഴിയുമ്പോൾ നമ്മൾ എന്ത് പ്രാപിക്കണം? നിത്യജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. കർത്താവേ, സൗഖ്യം കിട്ടിയാലും എനിക്ക് എന്ത് വേണം? നിത്യജീവൻ വേണം. കിട്ടിയില്ലേലും എനിക്ക് നിത്യജീവൻ വേണം. കർത്താവ് ധൈര്യമായിട്ട് പറഞ്ഞു, അവൻ ഒരു നന്മയും നിഷേധിക്കുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനം. സുപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ എനിക്ക് വേണ്ടി, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ, എനിക്ക് വേണ്ടി നൽകിയ ദൈവം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി സമസ്തവും സമസ്തവും സമസ്തവും. നിന്റെ ഉള്ളിൽ എന്ത് ചിന്തയാണോ ഉള്ളത് അതെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾ, വർഷങ്ങളായതേക്കളുടെ 12 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കടന്നു വരാറുണ്ട്, ഇല്ലേ? പ്രായം കവിഞ്ഞു പോയി ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ദൈവത്തിന്റെ മുമ്പിൽ പ്രായം കഴിഞ്ഞു പോയിട്ടില്ല. നിനക്ക് പറ്റിയ ഇണയെ കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്യിൽ 5 പൈസ ഇല്ല, കടക്കണിയിൽ കിടക്കുകയാണ്. പുതിയ വീട് വേണമല്ലേ? കർത്താവ് തരും മക്കളെ. ഹല്ലേലൂയ. വിശ്വസിക്ക്, വിശ്വസിക്ക്. സമസ്തവും ദാനമായി നൽകാൻ കഴിവുള്ള മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ, ഹല 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 ഹല. ഓ രെ 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 മനുഷ്യരായ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് നല്ലത് കേൾപ്പിക്കാനാണ്, അല്ലേ? ആണോ അല്ലയോ? ആണോ? ആണല്ലോ, ഉറപ്പാണല്ലോ. എൻ്റെ ഇമേജിന് കോട്ടം വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ല ഇമേജ് ഉണ്ടാവണം. എനിക്ക് നല്ല ഇമേജ് ഉണ്ടാകണം. നിങ്ങൾ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് പരസ്പരം അറിഞ്ഞുകൂടാ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പരസ്പരം നല്ല ഇമേജ് ഉണ്ടാകാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ്, അല്ലേ, ഡീസൻ്റായിട്ട് കടന്നു വരും. നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് ഡീസൻ്റായിട്ട് കടന്നു വന്നാൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് എൻ്റെ മുഖത്തൊക്കെ അഴുക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മുഖമൊക്കെ വൃത്തിയാക്കി, അല്ലേ? അപ്പോൾ ആദ്യം ആരാ കാണുന്നത്? ആദ്യം ഒരു മനുഷ്യൻ നമ്മൾ പരസ്പരം കാണുമ്പോൾ ആദ്യം എന്താ കാണുന്നത്? മറ്റൊരാളുടെ മുഖമാണ് കാണുന്നത്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുഖമൊക്കെ മനോഹരമാക്കാനായിട്ട് നമ്മൾ ആദ്യം പരിശ്രമിച്ച് നമ്മളെക്കുറിച്ച് നല്ലൊരു ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്യും, ഇല്ലേ? നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ഈ ദൈവത്തെക്കുറിച്ച് പലപ്പോഴും ആകുലതയുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്നാ കിട്ടാനാ? എനിക്കൊരു വീടൊന്നും കിട്ടാൻ പോകുന്നില്ല,
എനിക്കല്ലേൽ ഈ ജോലിയെ കിട്ടുകയുള്ളൂ. നമ്മളിങ്ങനെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറാൻ പാടില്ല. നമ്മളും ദൈവവും നമ്മളൊരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് പോവുകയാണ്. നമ്മളെ സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും ആണല്ലോ. അതെ, നമ്മൾ പറഞ്ഞു മുഖമാണ് ആദ്യം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട്, ഇല്ലേ? ജോലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ, കാശുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് വേണം? നല്ല മാന്യത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മുഖത്തിന്റെ വലിപ്പം നിങ്ങൾക്കറിയാവോ? അറിയാവോ? നിങ്ങളുടെ ഒരു ചാണിന്റെ വലിപ്പമാണ് നിങ്ങളുടെ മുഖത്തിനുള്ളത്. ഒരു ചാണിന്റെ വലിപ്പം. എല്ലാ മനുഷ്യന്റെയും ചാണിന്റെ വലിപ്പമാണ് അവന്റെ മുഖത്തിനുള്ളത്. ഈ ചാണിന്റെ വലിപ്പം എന്റെ മുഖത്തിനുണ്ടെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? വിരലിലെണ്ണുന്ന ആൾക്കാരേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പരിമിതി. മനസ്സിലായില്ലേ? എന്നെ കുറിച്ച് പോലും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഈ മുഖം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നത്, അല്ലേ? ഈ മുഖം കഴുകാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വെള്ളം പിടിച്ച് നിങ്ങൾ മുഖം കഴുകി. എത്ര കൈ വെള്ളം മുഖം കഴുകാനായി ഉപയോഗിച്ചു? ഇതൊക്കെ എന്നാ ചോദ്യം ബ്രദറെ? ഡയബറ്റിൽ വന്നിരിക്കും ഇതൊക്കെയാണോ ചോദിക്കുന്നത്? പ്രാർത്ഥിച്ച പോരെ? ഹല്ലേലൂയ. നമ്മുടെ പരിമിതി മനസ്സിലാക്കണ്ടേ? ദൈവത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കണ്ടേ? എത്ര കുമ്പിൾ ആരറിയുന്നു? കുറെ വെള്ളം കോരി ഒഴിച്ച് കഴുകി, ഇത്ര തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുകയും, ആഴികളെ കടൽ, കടൽ, ഓഷ്യൻ, സീ, മനസ്സിലായില്ലേ? ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും കുന്നുകളെ തുലാസിൽ തൂൽക്കുകയും ചെയ്തവൻ ആര്? അവനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. സ്വന്തം മുഖത്തിന്റെ വലിപ്പം പോലും അറിയാൻ മേലാത്ത മനുഷ്യൻ, മുഖം കഴുകാൻ എത്ര കുമ്പിൾ വെള്ളം വേണമെന്ന് പോലും അറിയാൻ പറ്റുന്ന മനുഷ്യൻ, അവൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും മുളയ്ക്കുകയും ഭൂമിയിലെ പൊടിയെ പാത്രത്തിൽ ശേഖരിക്കുകയും കുന്നുകളെ വെള്ളിക്കോലിൽ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവന്റെ മുമ്പിൽ, അവന്റെ മുൻപിൽ ഞാൻ ആയിരിക്കുന്നു. എന്തൊരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല 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 ഹല. സങ്കീർത്തനങ്ങൾ 146:6. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. വീണ്ടും നമ്മൾ വായിക്കുന്ന യെശയ്യാ 66:1. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും സമസ്തവും സൃഷ്ടിച്ച അവന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ആ കർത്താവിനെ നമ്മൾ പാടി ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? പാടി ആരാധിക്കുവാനായിട്ട് പോകുന്നു. കർത്താവിനെ ആരാധിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ വേണം, സ്വാതന്ത്ര്യത്തോടെ വേണം, നല്ല തുറവിയോടെ വേണം. മനസ്സിലായില്ലേ? മനുഷ്യനും ദൈവവും നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഉണർവോടെ, തുറവിയോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ കരങ്ങൾ അടിച്ച് നന്നായി പാട്ടുപാടി ആരാധിക്കും. പരസ്പരം പറഞ്ഞ് നന്നായി ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് നന്നായി കർത്താവിനെ സ്തുതിച്ച കരങ്ങൾ ഉയർത്തി ഹല 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 ഓറി അരി 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 ബല 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 ദൈവം എന്നെ നടത്തിയിടുമേ. ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ
സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:8 കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നു നീ അറിയുന്നില്ല. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. മർക്കോസ് 4:39. ജീവിതത്തിലെ കടലുകളെ, തിരമാലകളെ ശാന്തമാക്കുന്നതിന്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. കാറ്റ് കടന്നു വരുന്ന വഴി നീ അറിയുന്നില്ല, അറിയുന്ന ഒരുവനുണ്ട്, അവന്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. ആ കടലിന്മീതെ നടന്ന് കാറ്റിന് അടക്കി നിർത്തി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണേ. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണേ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്കറിയയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലത്രേ. കർത്താവിന്റെ പ്രവൃത്തി ആത്മാവിനുള്ള പ്രവൃത്തിയാണ്. അത് സൈന്യത്തിന്റെ പ്രവൃത്തിയല്ല, കരബലമല്ല ഇവിടെ ആവശ്യം, ആത്മാവിന്റെ ശക്തിയാ. ആത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല 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 ഹല. ആത്മാവിനെ അയക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, നിയോഗങ്ങളിലേക്ക്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ബല 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 ബല. കരങ്ങളടിച്ച് സൈന്യത്താൽ കഴിയാത്ത കാര്യങ്ങളെ, ശക്തിയാൽ കഴിയാത്ത കാര്യങ്ങളെ, സൈന്യത്താൽ കഴിയാത്ത കാര്യങ്ങളെ, ശക്തിയാൽ കഴിയാത്ത കാര്യങ്ങളെ, ആത്മാവിൽ ചെയ്തിടും മഹത്വമുള്ളതാക്കിടും ജീവനുള്ള ദൈവമാണ്. ജീവനുള്ളവനാണ്. ആത്മാവിൽ ചെയ്തിടും മഹത്വമുള്ളതാക്കിടും ജീവനുള്ള ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ,
യെശയ്യാ 40:12. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് മാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോണിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? മനുഷ്യൻ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. മക്കളെ, ഭയപ്പെടരുത്, അവിശ്വസിക്കരുത്. ഇത് വിശ്വാസത്തിന്റെ രാത്രിയാണ്, ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. നിന്റെ ദൈവം നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വരുന്ന രാത്രി. നിന്റെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്നു, രോഗങ്ങൾ സുഖപ്പെടുന്നു, തകർച്ചകൾ എടുത്തു മാറ്റുന്നു. ദൈവം നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറ്റി വിമോചിപ്പിക്കുന്ന ദൈവം. ഉള്ളം കൈകൊണ്ടവൻ വെള്ളമളക്കും, ആകാശത്തെ തന്റെ ചാണിലൊതുക്കും. ഉള്ളം കൈകൊണ്ടവൻ വെള്ളമളക്കും, ആകാശത്തെ തന്റെ ചാണിലൊതുക്കും. ഭൂമിയിലെ പൊടിയെല്ലാം നാഴിയിലാക്കി കുന്നുകൾ തുലാസിൽ തൂക്കും ദൈവമാണേ. ഭൂമിയിലെ പൊടിയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്, അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാത്തിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാത്തിനും യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. ഹല്ലേലൂയ, 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 എല്ലാറ്റിനും മേലെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് യേശു വലിയവനാ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, ബോധതലങ്ങളിൽ നിന്ന് പറഞ്ഞേ. എല്ലാ നാമങ്ങൾക്കും നമ്മളോട് തന്നെ സ്വയം പറയാം, എന്റെ കർത്താവ് എല്ലാറ്റിനും മതിയായവനാണ്. ആരാധ്യനാ. ഹൃദയത്തിൽ നിന്ന് ആവർത്തിക്കട്ടെ. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. കർത്താവിന്റെ വലിയ കരുണയും സ്നേഹവും ഹൃദയത്തിൽ സ്വീകരിച്ച് കണ്ണട ചിരകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് സജീവനായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന
സ്തുതിയുടെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിൽ വന്നിറയട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, സ്വർഗത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അചഞ്ചലമായ സ്നേഹത്തിലേക്ക് ഈ രാത്രി ദൈവം നമ്മളെ വിളിക്കുകയും മാറ്റമില്ലാത്ത, കുറവുകളില്ലാത്ത അചഞ്ചലമായ സ്നേഹം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ പകരുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഓർമ്മകളിലേക്ക്, മുറിവുകളിലേക്ക്, സങ്കടങ്ങളിലേക്ക് എല്ലാം തന്റെ സ്നേഹം നിറയ്ക്കുകയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് തന്റെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്ന ദൈവം, നിസ്സാരനായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അവയെ തുടച്ചു നീക്കുവാൻ അവിടത്തേക്ക് ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വിട്ടുകൊടുക്കാം. സ്തുതിയുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നിറയട്ടെ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ ഈ സ്തുതിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമ്മളെ ഏറ്റെടുക്കട്ടെ. സാവൂളിനെ പൗലോസാക്കിയെ മാറ്റിയ ദൈവം, ആ ദൈവം ഈ രാത്രിയിൽ നമ്മെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. സ്തുതിയുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ആവശിച്ചിരിക്കുന്ന തിന്മയുടെ ദുഷ്ടാത്മശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ സൃഷ്ടികളാക്കി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാവിന്റെ കെട്ടുകൾ, ഹൃദയത്തിന്റെ കെട്ടുകൾ, ആത്മാവിന്റെ കെട്ടുകൾ, ജീവിതത്തിന്റെ മേലുള്ള എല്ലാ ചങ്ങലകളും ദൈവത്തിന്റെ സ്തുതിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ അചഞ്ചലമായി സ്നേഹിക്കുന്ന പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പൊൻകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, അങ്ങയുടെ അനന്ത സ്നേഹത്താൽ, അങ്ങയുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, എന്റെ ജീവിതത്തെ നിറയ്ക്കണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ചേർന്ന് ഈശോ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധനായ ദൈവമേ, ഓ പരിശുദ്ധനായ ബലവാനേ, ഓ പരിശുദ്ധനായ അമർത്യനേ, ഇതാ ചേർന്ന് നിങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ ആത്മാവിനോട് ചേർന്ന്, അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തിരുസഭയിൽ എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. ഓ എല്ലാ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ശൂന്യതകളിലേക്ക് അങ്ങയുടെ ആത്മാവ് ഇറങ്ങട്ടെ. ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് അങ്ങയുടെ ആത്മാവ് ഇറങ്ങട്ടെ. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവ് ഇറങ്ങട്ടെ. ഓ പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. ജീവന്റെ ആത്മാവേ, പുതുക്കത്തിന്റെ ആത്മാവേ, പരിശുദ്ധിയുടെ ആത്മാവേ, ഓ സന്തോഷത്തിന്റെ ആത്മാവേ, സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. കരമുയർത്തി, ഹൃദയമുയർത്തി, നാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് ചേർന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ആത്മാവേ, സ്നേഹത്തിനാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. കണ്ണുകളടച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. ജീവന്റെ ആത്മാവേ, ആമേൻ. സ്നേഹത്തിനാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. അതെ, നിറയട്ടെ. ജീവന്റെ ആത്മാവേ, ജീവന്റെ ആത്മാവേ, സ്നേഹത്തിനാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവനത്തെ എല്ലാ മേഖലകളിലേക്കും, സ്നേഹരഹിതമായ എല്ലാ മേഖലകളിലേക്കും നിറയണമേ, നിറയണമേ, ഓ നിറയണമേ. എന്നിൽ നിറയണമേ. പുതിയ ജീവനിലേക്ക് വേദനയെല്ലാം നീക്കി നീ ഈശോ എന്നിൽ നിറയണമേ. ആമേൻ. സങ്കടമെല്ലാം നീക്കി നീ സ്നേഹം നൽകണമേ. ആമേൻ. വേദനയെല്ലാം നീക്കി നീ ഈശോ എന്നിൽ
സങ്കടമെല്ലാം മാറ്റി നീ സ്നേഹം നൽകണമേ. ചേർന്ന് പാടാം. ജീവന്റെ ആത്മാവേ, സ്നേഹത്തിനാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പാടുന്നു. ജീവന്റെ ആത്മാവേ, സ്നേഹത്തിനാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി പാടി. നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ, എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് നിറയണമേ, ഉയർത്തി ചേർന്ന് എന്നിൽ നിറയണമേ, ആത്മാവേ, എന്നിൽ നിറയണമേ. വീണ്ടും പാടുന്നു. നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ, എന്നിൽ നിറയണമേ. എല്ലാവരും സ്വതന്ത്രമായി ശ്രദ്ധിക്കട്ടെ. ആത്മാവിനെ സ്മരിക്കട്ടെ. ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ദാഹിച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ. ആത്മാവേ നിറയണമേ. എല്ലാ മേഖലകളിലേക്ക് ആത്മാവ് നിറയട്ടെ. നിറയണമേ, നിറയണമേ. എല്ലാ മുറിവുകളിലും നിറയട്ടെ. എല്ലാ സങ്കടങ്ങളും നിറയട്ടെ. സൗഖ്യത്തിന്റെ സ്നേഹം, സൗഖ്യത്തിന്റെ സ്നേഹം, സൗഖ്യത്തിന്റെ കരുണ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ. നാവിനെ വിട്ടുകൊടുത്തുകൊണ്ട്, ഹൃദയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നിറയട്ടെ, നിറയട്ടെ. ആത്മാവേ കണ്ണുകളടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് നിശബ്ദതയിലേക്ക് കടന്നവർ എല്ലാവരും പരിപൂർണ നിശബ്ദതയിലേക്ക് ഈ സമയം ആത്മാവ് നമ്മളെ സ്പർശിക്കുന്നു. അനേകരിലേക്ക് ആത്മാവ് ഇറങ്ങുന്ന അനുഭവം. ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നിറയുന്നു. ശരീരത്തിലേക്ക് മുഴുവൻ, ആത്മാവിലേക്ക് മുഴുവൻ വലിയ ശാന്തത, സ്വസ്ഥത, സമാധാനം. സ്തുതിയുടെ ആത്മാവ് പറന്നിറങ്ങുന്നു. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന സമയം അതാ പരിശുദ്ധാത്മാവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ജീവന സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവ് ഈ നിമിഷങ്ങളിൽ അനേകരെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഒത്തിരി പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിക്കാം. ഈ രാത്രി കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും രാത്രിയായി നമുക്ക് മാത്രമല്ല, നമ്മളോടൊന്നിച്ച് ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നവർക്ക് കൃപയുടെ രാത്രിയായിട്ട് മാറാൻ വേണ്ടി നമുക്ക് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വലിയ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണിത്. പെന്തക്കുസ്താ തിരുനാൾ. നമുക്കറിയാം, പെന്തക്കുസ്താ തിരുനാളിലാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പെന്തക്കുസ്താ തിരുനാളിൽ സാധാരണ മനുഷ്യർ അസാധാരണക്കാരായിട്ട് മാറിയ അനുഭവം നമുക്കറിയാം. സാധാരണ മനുഷ്യർ ദൈവ മനുഷ്യരായി മാറുകയാണിത്. ദൈവമക്കളുടെ ഒരു യുഗം അവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ പെന്തക്കുസ്താ തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു, ആ അനുഭവങ്ങളൊക്കെ ശിഷ്യർക്ക് വലിയ സന്തോഷമൊക്കെ നൽകിയെങ്കിലും അവർക്ക് ഒരു വഴിമുട്ടലുണ്ടായിരുന്നു. ഇനി എന്താണ്, ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം, ഇനി എന്താ പരിപാടി, അവയെക്കുറിച്ചുള്ള ഒരു വ്യക്തത അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നില്ല. എന്നാൽ പെന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവരുടെ വഴിമുട്ടലുകൾ മാറി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു.
അപ്പം പെന്തക്കുസ്തായുടെ അനുഭവത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വഴിമുട്ടലുകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോഴങ്ങ് വഴിമുട്ടിപ്പോകുന്ന അനുഭവം ഉണ്ടാവും. പഠനം വഴിമുട്ടിപ്പോകും, ബിസിനസ് വഴിമുട്ടിപ്പോകും, കുടുംബജീവിതം വഴിമുട്ടും, ശുശ്രൂഷകൾ വഴിമുട്ടും, കൃഷി വഴിമുട്ടാം. പല മേഖലകളിലും നമ്മൾ വഴിമുട്ടി അങ്ങ് പോകും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി പോകേണ്ടത് എങ്ങനെയെന്നറിയില്ല. അങ്ങനെ ജീവിതം ഒരു തടയപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകും. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ അതിജീവിക്കാനുള്ള ഏക വഴി പരിശുദ്ധാത്മാവിൽ കൂടുതലായി നിറയപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ദൈവത്തിൻ്റെ ഒറ്റമൂലിയാണ് പരിശുദ്ധാത്മാവ്. നമ്മളിൽ എല്ലാവരിലും ഈ ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിൻ്റെ ശക്തിയിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നില്ല. നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിൻ്റെ അറുതികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറുതികളോളം എനിക്ക് സാക്ഷികളായിരിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയുമ്പോൾ. അപ്പം നമുക്കും പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, ലോകരക്ഷകനും ഏകരക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അതൊരടയാളമാണ് നമ്മളിൽ ഇനിയും ശക്തി വന്ന് നിറഞ്ഞിട്ടില്ല. നമുക്കിപ്പോഴും ശക്തിയുടെ കുറവുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടി പലതൊക്കെ ചെയ്യണമെന്ന്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതൊരടയാളമാണ്. നിനക്ക് ഇനിയും ശക്തിയുടെ കുറവുണ്ട്. നിനക്ക് ആഗ്രഹം ധാരാളമുണ്ട്, സ്വപ്നങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ നിനക്ക് ശക്തിയുടെ കുറവുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. നമുക്ക് പല വ്യക്തികൾക്കും അവർക്ക് കഴിവുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പക്ഷേ അവ ഉപയോഗിച്ച് പ്രവർത്തിക്കാനോ വളരാനോ സാധിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ ശക്തിയുടെ കുറവാണ്. ചിലർക്ക് അധികാരമുണ്ടായാലും ആ അധികാരം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ശക്തി വേണം. അധികാരം ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിതം വിജയിക്കണമെന്നില്ല. ഒത്തിരി അറിവ് നേടിയിട്ടുള്ള വ്യക്തികളുണ്ട്, പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫ് പരാജയമായിരിക്കും. അറിവ് ഉണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അവർക്ക് വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ടാലും മുന്നോട്ട് പോകാത്ത അവസ്ഥകളൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാട് താലോലിക്കാറുണ്ട് അനേകർ. അതെന്നും സ്വപ്നമായിട്ട് നിലനിൽക്കുകയാണ്. ഈ സ്വപ്നങ്ങളൊന്നും ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന, ജീവിതത്തെ സാക്ഷാത്കരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ കുറവാണ് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പലതുമായിരിക്കാം. പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ അതിജീവിക്കാനും നമ്മുടെ കുറവുകൾ പരിഹരിക്കാനും നമ്മുടെ വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ഒക്കെയുള്ള ഏക വഴി സ്വർഗത്തിൻ്റെ ഈ ശക്തി കൊണ്ട് നിറയുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം ഈ നാളുകളിൽ. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന തരത്തിൽ വിജയിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിക്കാൻ, ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ നിരന്തരം വീണുപോയി, ഞാൻ നിരന്തരം പാളിപ്പോയി. ദൈവമേ, എനിക്ക് മുന്നോട്ട് പോകണം. അതിനായിട്ട് ഈ രാത്രിയിൽ നിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലുപരിയായി നമ്മൾ അനേക വർഷമായി യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ചവരാണ്, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്, ദൈവത്തിൻ്റെ ഈ സ്നേഹം ലോകത്തിന് പകരുക എന്നുള്ളത്. നമ്മളിൽ പലരുടെയും ആത്മീയ ജീവിതം വളരാത്തതിൻ്റെ കാരണം നമുക്ക് കിട്ടിയത് കൊടുക്കാത്തതാണ്.
അനേക ആത്മീയ ശുശ്രൂഷകളിലൂടെ നമുക്ക് കിട്ടിയ ദൈവ അനുഭവം പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലായ്മയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കണം. ഇനിയുള്ള കാലങ്ങളിൽ അനേകരുടെ ആത്മാക്കളെ രക്ഷിക്കണം. അനേകർക്ക് യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതമായി മാറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വഴിമുട്ടിയ മേഖലകളിലൊക്കെ, പതറി നിൽക്കുന്ന മേഖലകളിൽ, തളർന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റം ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയണം. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കണം. നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മനുഷ്യനായി തീരുകയും പീഡകൾ സഹിച്ച് കാൽവരി കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞു മരിക്കുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തെ ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ വീണുപോയ മേഖലകളിൽ വീണ്ടെടുപ്പായി പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. എന്റെ വഴിമുട്ടലുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീക്കിക്കളയണമേ. ഒരു പുതിയ വ്യക്തിയായി എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ബലം നൽകണമേ. ശലഹരിയ സബറഹോരദന അബ്രഹോരിയ ബറദന ശലഹരിയ ബറദന ഹരിയ പ്രഹരിയ സബറഹോരിയ ശലഹരിയ സബറഹോരിയ ബറദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ദാഹത്തോടെ പരിശുദ്ധാത്മാവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. പരിശുദ്ധാത്മാവാണ് രോഗങ്ങളെ എടുത്തു നിൽക്കുന്നവൻ. പരിശുദ്ധാത്മാവാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. പരിശുദ്ധാത്മാവിന് ഏത് സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. ഏത് വ്യക്തിയെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. ഏത് ഓഫീസിലേക്കും പരിശുദ്ധാത്മാവിന് കടന്നു എന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഏത് ശത്രുവിനെയും മാനസാന്തരപ്പെടുത്താൻ പറ്റും. അവൻ സർവശക്തനായ ആത്മാവാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ പരിപാലകനാണ്. അവൻ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് നിറയട്ടെ. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവശക്തി നമ്മളിൽ വന്ന് വ്യാപരിക്കട്ടെ. വയറിന്റെ ഭാഗത്ത് ഒരു സർജറി നടത്തിയ ആ ഭാഗത്ത് വീണ്ടും തടിപ്പും വേദന അനുഭവപ്പെട്ടുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. താങ്ക് യു ജീസസ്.
ജെൻസൺ എന്നൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു പ്രേമബന്ധത്തിലൂടെ ഒരു കുടുക്കിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ അതിൽ നിന്ന് ദൈവം അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെടുത്തുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാറിന്റെ റിപ്പയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സങ്കടവും ഒരു ദേഷ്യവും ഒക്കെ ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശോ അത് എടുത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തൻ്റെ പിറന്നാള് ഭർത്താവ് മറന്നുപോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു സഹോദരിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. മകളെ, അത് സാരമാക്കണ്ട, ഞാൻ നിന്നെ മറന്നിട്ടില്ലല്ലോ എന്ന മകളോട് ഈശോ പറയുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം എല്ലാവരിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഈ മക്കളിലേക്ക് ഇറങ്ങി വരണമേ. അരക്കെട്ടിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്ന, കുനിയാനും തിരിയാനും വിഷമം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി വ്യാപിക്കട്ടെ, കർത്താവിന്റെ സ്നേഹം ഒഴുകട്ടെ, ദൈവകൃപ വ്യാപിക്കട്ടെ. കർത്താവേ, മക്കളുടെ കണ്ണുനീര് തുടയ്ക്കണമേ, ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, മുറിവുണക്കണമേ, മുറിവുണക്കണമേ, വേദനകൾ എടുത്തു നീക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപിക്കട്ടെ, തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ, മസിലുകൾ ബലം പ്രാപിക്കട്ടെ, ജോയിന്റുകൾ ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസം മുട്ട് അനുഭവപ്പെടുന്ന, നെഞ്ച് മുഴുവനും വരിഞ്ഞു മുറുകി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഇപ്പോൾ വലിയ ആശ്വാസം നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രിയാകുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു വ്യക്തി, കാരണം രാത്രിയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കാൻ വിഷമിക്കുകയാണ്. ആ വ്യക്തിക്ക് വൈകുന്നേരമാകുന്നത് ഭയമാണ്. ആ വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു രേഖയ്ക്ക് വേണ്ടി സർക്കാർ ഓഫീസിൽ ഒരുപാട് നാളുകൾ കയറി ഇറങ്ങിയിട്ടും അത് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃഷി ചെയ്ത് മടുത്ത് ഒരു മനുഷ്യൻ ബിസിനസ് ചെയ്യാൻ പോയി, ബിസിനസ്സിൽ മടുത്ത് ഇനി എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതി സങ്കടപ്പെട്ട് ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് പോകാൻ ഒരു വാതിൽ കർത്താവ് തുറന്നു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈ നാളുകളിൽ നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവൻ സത്യമായും ഇവിടെ സന്നിഹിതനാണ്. അവൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്
അവൻ നിങ്ങളുടെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ കരുണയുള്ള പിതാവാണ്. അവൻ നിലവിളി കേൾക്കുന്നവനാണ്. അവൻ അനുഗ്രഹിക്കുന്നവനാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ എനിക്ക് നീ ഒരു ഉത്തരം നൽകണമേ. ഈ രാത്രിയിൽ നീ എന്നെ തൊടണമേ. ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി വലത് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ശാന്തമായിട്ടിരിക്കാം. എന്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകണമേ. എന്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകണമേ. എന്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകണമേ. ശക്തമായിട്ട് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നമ്മുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്ത ദൈവത്തിന് മഹത്വം ഈശോയ്ക്ക് കൊടുത്ത് കരമൊന്ന് ഉയർത്തിയടിച്ച് ഉയർത്തിയടിച്ച് ശക്തമായിട്ട് കരമടിച്ച് ജീവിക്കുന്ന ദൈവത്തിനൊരു നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മുമ്പിൽ വെച്ച പ്രെയർ ബോക്സിൽ നമ്മൾ അനേകം പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എഴുതിയിടാറുണ്ട്. ഇവിടേക്ക് വന്നൊരു സാക്ഷ്യം ജെയിംസ് പാറയിൽ വയനാട്ടിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ വലിയൊരു കുന്നിൻ്റെ മുകളിൽ വഴി സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് കഴിഞ്ഞു വന്നത്. ഈ സ്ഥലം വിൽക്കുവാൻ വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശാലോമിൽ വന്ന് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥനാ ബോക്സിൽ നിയോഗം എഴുതിയിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 3 മാസത്തിനുള്ളിൽ സ്ഥലം വിൽപ്പന നടക്കുകയും എനിക്കൊരു പുതിയ സ്ഥലം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു. ശക്തമായിട്ട് കരമടിച്ചൊന്ന് കർത്താവിന് പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ആ സഹോദരനുണ്ട്. ജെയിംസ് ചേട്ടൻ ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരം വീശി ഒന്ന് കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്തേ. ഈ സഹോദരനാണ് ഇവിടെ വന്ന് ഈ നിയോഗം എഴുതിയിട്ട് ദൈവം അത്ഭുതകരമായ രീതിയിൽ 3 മാസത്തിനുള്ളിൽ വഴി സൗകര്യമില്ലാത്ത മലയുടെ മുകളിൽ ആർക്കും വേണ്ടാത്ത സ്ഥലം അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടു. നമുക്ക് കരമടിച്ച് കർത്താവിന് വീണ്ടും നന്ദി പറയാം.